രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചത് എങ്ങോട്ടൊന്നുമില്ല ഇത്ര ആവേശത്തോടെ. പിന്നെ വീഡിയോയിൽ അധികം ആവേശമില്ലെങ്കിലും വളരെ ആവേശത്തോടെയാണ് കേട്ടോ കഴിക്കുന്നത്. കാരണം നമ്മൾ എല്ലാവരും കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങൾ എന്തോ ആഗ്രഹിക്കുന്നത് സ്വന്തം വീട്ടിലോട്ട് പോകാൻ. അതെ, എൻ്റെ സ്വന്തം വീട്ടിലോട്ട് പോകാനുള്ള ഒരു സന്തോഷമാണ് അതിനെന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ അനിയത്തെ വിളിച്ചോട്ടോ. കാരണം ഇവിടുന്ന് ബസ്സുണ്ട്, ബസ് ഓൾറെഡി പോയി കഴിഞ്ഞു. അപ്പോൾ ഇനി ബസ് കിട്ടണമെങ്കിൽ കുറേ നേരം വെയിറ്റ് ചെയ്യാൻ, അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ക്ഷമ എനിക്കില്ലാത്തതുകൊണ്ട് ഉടനെ അനിയത്തെ വിളിച്ച് അതുമായിട്ട് പോയി. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളുടെ വീട്ടിലോട്ട് ആ പോകുന്ന വഴിയിൽ കണ്ടില്ലേ, നല്ല രസമാണ്. അത് കണ്ടുകൊണ്ട് ഇരിക്കാൻ തന്നെ ഭയങ്കര രസമാണ്. ഈ കാഴ്ചയും കണ്ട് എനിക്ക് ബസ്സിൽ പോകാനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. ആഹാ, എന്താ രസമെന്നറിയാമോ ആ ബസ്സിലെ പാട്ടും ഈ കാഴ്ചകളും. ഇതാട്ടോ എൻ്റെ വീട്ടിലേക്കോട്ട് പോകുന്ന വഴിതേ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ കൊച്ചു പിള്ളേരൊക്കെ കളിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലം. നല്ല വൈബല്ലേ ഇത്. കണ്ട എൻ്റെ മാതാശ്രീ അവിടെ കാത്തിരിപ്പുണ്ട്. ഇതെൻ്റെ വീടല്ല, എൻ്റെ കൊച്ചച്ഛൻ്റെ വീടാണ്. ഞാൻ ഇവിടെ വന്നാലും ഇവിടാണ് കൂടുതൽ നേരം എന്നല്ല മുഴുവൻ സമയം. കണ്ടോ, ഞാൻ വന്നപ്പോഴേ ഞങ്ങൾ ചില്ലാണ്. കലാപരിപാടികൾ അങ്ങ് തുടങ്ങി, ചീട്ട് കളിക്കാൻ പോന്നു. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അലമ്പൻ മകനും ഉണ്ട്. അവൻ പിന്നെ ഒന്നിനും സമ്മതിക്കത്തില്ലെങ്കിൽ നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കാറില്ല കേട്ടോ. കളിയിൽ ഇടങ്ങളിടാൻ നോക്കുകയാണ് അവൻ, സമ്മതിക്കത്തില്ല. കാരണം നമ്മളാരാ മക്കൾ. കണ്ട, കളി തുടങ്ങി. നമ്മൾ കളിക്കൊക്കെ ബെസ്റ്റാണ്. കളി എത്ര പയറ്റിയതാ. ഇതെൻ്റെ അനിയത്തി ആട്ടോ, മറ്റേതെൻ്റെ ഒരു അനിയനുമാണ്. ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു പ്രത്യേക സന്തോഷമല്ലേ. ഒന്നും ചെയ്യണ്ട, വീട്ടിൽ ചുമ്മാ ഇരുന്ന് കളിക്കാം. കണ്ട, കൊച്ചു ജനത്തെ പട്ടിയാണ്. കുറച്ചു നേരം അവനെയും പേടിപ്പിച്ചു. എന്തു ചുമ്മാ വിടില്ല ഞാൻ ഒരുത്തരെയും. കണ്ടോ, ഇതാണ് എൻ്റെ വീട് കേട്ടോ. എൻ്റെ അമ്മ നോക്കുക തന്നെ. അമ്മ കുറേ നേരം എന്നും വിളിക്കും. അമ്മ ഇപ്പോൾ വിളിച്ചത് മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്, മാള് വരാൻ പറഞ്ഞ് വിളിച്ചപ്പോഴാണ് ഞാൻ ഓടി വന്നത്. ഇടയ്ക്കിടയ്ക്ക് വരും, അപ്പോഴൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ കൊച്ചു സ്വർഗം. എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്തുകൊണ്ട് അതെല്ലാ പെൺമക്കൾക്കും അങ്ങനെയാണല്ലോ, വീട്ടിൽ വരിക അതൊരു സ്വർഗമാണല്ലോ. ഈ പോകുന്ന വഴിയുണ്ടോ, ഇതാണ് ഞങ്ങൾ ഈ കോവിഡ് സമയത്ത് ഏറ്റവും കൂടുതൽ ചിലവഴിച്ചത് ഇവിടാണ്. കാരണം ഇവിടെ നിന്നാണ് നമ്മൾ ചൂണ്ടയിട്ട് മീനൊക്കെ പിടിക്കുമായിരുന്നു. അന്ന് പിന്നെ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള ബുദ്ധിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ കണ്ടൻ്റൊക്കെ വെറുതെ പോയി, അത് വിടും. എന്നിട്ട് അവിടെ കുറേ നേരം പോയിരുന്നു, പഴയ ഓർമ്മകളൊക്കെ ഓർത്തോർത്ത്. പക്ഷെ ഇപ്പോൾ അവിടെ വെള്ളം ഇച്ചിരി അഴുക്കാവുന്നുണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ ഒഴുക്കില്ല, വരൾച്ച ആയതുകൊണ്ട്, ഭയങ്കര വെയിലായതുകൊണ്ട് ഒഴുക്കില്ല. അതുകൊണ്ടാണ് ഈ വെള്ളം ഇങ്ങനെ ഇതാക്കി കിടക്കുന്നത്. അപ്പോഴത്തേക്കും എൻ്റെ അമ്മ ഉച്ചയ്ക്കത്തുള്ള കറിക്കുള്ളതൊക്കെ നോക്കുക കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് ഇടവേളകളിൽ ഞാൻ എപ്പോഴും പറയുമ്പോൾ ആനന്ദകരമാക്കാൻ എന്തെങ്കിലുമൊക്കെ തിന്നണ്ടേ. അപ്പോൾ അവിടുത്തെ മാങ്ങ നല്ല ടേസ്റ്റാട്ടോ. കാരണം പച്ചയായിരുന്നാലും ഒരു മധുരമാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഇച്ചിരി പഴുത്ത മാങ്ങ അവളെ എടുത്തിട്ട് വന്നേ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ ഇപ്പോൾ എല്ലാവരും പോസ് ചെയ്യാണ്ടോ. അവൾക്ക് ഇച്ചിരി നാണമുണ്ട്, അത് നമ്മൾ മൈൻഡ് ചെയ്തില്ല. വേണ്ട, നമ്മളാരാ മുതൽ വീഡിയോ എടുക്കും. പിന്നെയും കുറച്ച് ഈ മാവിലെ മാങ്ങ കേട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇവിടെ കുറച്ച് മാവുണ്ടല്ലോ, മഞ്ഞക്കാവുണ്ട്, പക്ഷെ പഴുത്തയാണെന്ന് പറഞ്ഞുകൊണ്ട് വറച്ചാണ്. പക്ഷെ അതും പഴുത്തിട്ടില്ല, വിളഞ്ഞതേ ഉള്ളായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാം കൂടെ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കഥയും പറഞ്ഞ് കാര്യങ്ങളും പറഞ്ഞ് വീട്ടിൽ വന്ന് ചുമ്മാ ഇരുന്ന് കഥ പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ, ജോലിയെല്ലാം അവർ ചെയ്യത്തില്ലേ. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും എൻ്റെ അമ്മ എനിക്ക് ചോറ് കേട്ടോ. ഞാൻ വീട്ടിലിരിക്കാറില്ല, എൻ്റെ കൊച്ചച്ഛൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. കാരണം അവിടെ ഈ സിറ്റ് ഔട്ടിലിരുന്ന് അവിടുത്തെ കാറ്റും കൊണ്ട് കഥ പറയുന്നൊരു സുഖം ഇറങ്ങുകയും കിട്ടില്ല. പിന്നെ കുഞ്ഞമ്മ വൈകിട്ട് വന്നപ്പം ഐസ്ക്രീമും കൊണ്ടുവന്നു. എൻ്റെ മകൻ തട്ടുവിടുന്ന വേണ്ട, അവനിതൊക്കെ മതി, ചോറും കഞ്ഞിയൊന്നും വേണ്ട. പിന്നെ അവൻ്റെ ആയിട്ടുള്ള വേറെ കുറേ കലാപരിപാടികൾ, ക്രിക്കറ്റ് കളി. ഞങ്ങളൊട്ടും മോശമല്ല കേട്ടോ, സച്ചിനെയും വെട്ടും, അതുപോലത്തെ കളിയാണ്, കണ്ടു നോക്കണം. പിന്നെ 4 മണിയായപ്പോൾ നമ്മുടെ അടുത്തത് ഉള്ളിവട. അപ്പം അനിയത്ത് പറയാം, എൻ്റെ വീട് നീ എന്ത് വാടി എടുക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ടാണ് ആ വരവ്. പിന്നെ വീട്ടുമുറ്റത്ത് 2-3 ചാമ്പയ്ക്കുണ്ട്, അതും വിട്ടില്ല നമ്മൾ, അതും
പറിച്ചെടുത്തില്ലേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എല്ലാവരോടും ടാറ്റയും പറഞ്ഞ്. അപ്പം അത് പറഞ്ഞാൽ അവിടെ ഒരു ചാക്കിരിക്കുന്നുണ്ടോ, നിങ്ങൾ അവൻ്റെ കാലിൻ്റെ ഇടയിൽ കൂടെ നോക്കൂ, ആ ചാക്കാണ് മാങ്ങ. അപ്പോൾ അവൾ പറയാം, രാവിലെ ഒന്ന് ഒരു കവറും ഇല്ലാതെ വന്നിട്ട് ഇപ്പോൾ കവറ് നിറച്ച് സാധനമായിട്ടൊക്കെ പോകുമ്പോൾ കണ്ടാൽ നമ്മളെ കളിയാക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യില്ല. എല്ലാവർക്കും ടാറ്റ പറഞ്ഞിട്ട് വീട്ടിലോട്ട് വിട്ടോ. നമ്മൾ തിരിച്ചു പോകുമ്പോൾ ഉള്ളൊരു കാഴ്ചയാണ് ഇത്. എന്ത് രസമാണെന്നറിയാം. അപ്പം ഞാനിവിടെ നിന്ന് റിലാക്സ് ചെയ്യട്ടെ. ഓക്കെ, ബൈ.